അരുൺ നോക്കൂ, നമ്മുടെ പൊതുമണ്ഡലത്തിൽ സ്ത്രീകളോടുള്ള സമീപനം അത് എത്രയേറെ മലീമസമാണ് എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന ഒരു ഏറ്റവും ഒടുവിലത്തെ സംഭവമാണിത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പലതരത്തിൽ ഇത്തരത്തിലുള്ള ആ, സംസാരങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങേയറ്റം അപലപനീയമാണിത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അത്ര മോശപ്പെട്ടൊരു സമൂഹമല്ല. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ നമ്മുടെ സമൂഹത്തെ നമ്മൾ പുരോഗമനപരമായി ഒട്ടേറെ രീതികളിൽ പരിവർത്തിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ നമ്മുടെ ഈ ജാതി ഉച്ചനീചത്വങ്ങളെല്ലാം അവസാനിപ്പിച്ചു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും പല തരത്തിലുള്ള സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പം വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം, എം.ആർ.ബിയുടെ മറക്കുടയിലെ മഹാനരകം എന്നുള്ള നാടകം, ഇതൊക്കെ ഉന്നത സമുദായത്തിൽ പെട്ടിരുന്ന സമ്പന്നരായ വർഗത്തിൽപ്പെട്ടിരുന്ന സ്ത്രീകൾ പോലും അനുഭവിച്ചു പോന്നിരുന്ന അടിമത്തം വെളിച്ചത്ത് കൊണ്ടുവന്ന കൃതികളാണ്. ആ അർത്ഥത്തിൽ ആ, നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ പുരോഗമനപരമായി പുനർനിർമ്മിക്കുന്നതിൽ വലിയ രീതിയിൽ വിജയിച്ചിട്ടുള്ള ഒരു ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. നമ്മൾ ഇന്നും നല്ല മതസൗഹാർദ്ദമുള്ള മതേതരമായ ഒരു സമൂഹമാണ്. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സമൂഹമാണ്. നമ്മൾ സാക്ഷരമായ സമൂഹമാണ്. ആ അർത്ഥത്തിലെല്ലാം വളരെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനമായി ഇരിക്കുമ്പോൾ പോലും ഞാനൊരു കാര്യം കൂടി പറയാം. ഈ രാജ്യത്ത് ഈ ആദ്യമായി ഫെമിനിസ്റ്റ് ആശയങ്ങൾ മനസ്സിലാക്കുകയും ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളർന്നു വരികയും ചെയ്തൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. മറ്റൊരു സംസ്ഥാനത്തും അത്തരത്തിൽ ശക്തമായ ഫെമിനിസ്റ്റ് ആശയങ്ങൾ പ്രചരിക്കുകയോ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുമ്പോൾ കേരളം അതിന് മാതൃകയായിട്ടുള്ളൊരു സ്ഥലമാണ്. ആ അർത്ഥത്തിലൊക്കെ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ വളരെ ശക്തമായി നടന്നിട്ടുള്ള ഒരു സമൂഹമാണ്, നല്ല സമൂഹമാണ് കേരളം. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇപ്പോഴും സ്ത്രീകളോടുള്ള പൊതുമണ്ഡലത്തിൻ്റെ സമീപനം അത് അങ്ങേയറ്റം പിന്തിരിപ്പനായി തുടരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ ഏറ്റവും ഖേദകരമായ കാര്യമെന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ അവരുടെ ഒരു ജോലി എന്താണ്, അവരുടെ ഒരു ഉത്തരവാദിത്വം എന്താണ്? സമൂഹത്തെ ഏറ്റവും പുരോഗമനപരമായി പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ നിർമ്മിക്കുകയും അത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ രാഷ്ട്രീയ നേതാക്കൾ. ആ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നാണ് ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗങ്ങൾ അടുത്ത കാലത്തായി നിരന്തരം നമ്മുടെ സംസ്ഥാനത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കെ ശൈലജയുടെ പോൺ വീഡിയോ നിർമ്മിച്ചാൽ ആര് കാണും എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബോഡി ഷെയ്മിംഗ് ഉണ്ടല്ലോ. അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന എന്താ പറയുക, ഒരു 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 സർക്കാസമുണ്ട്. അത് മാത്രവുമല്ല, മറ്റൊരു സ്ഥലത്ത് എന്താ പറയുന്നത്, മഞ്ജു വാര്യരുടേതാണേ കാണുമെന്ന്. അപ്പോൾ മഞ്ജു വാര്യർ അങ്ങനെ ഒരു മെറ്റീരിയലാണോ? അപ്പം ഈ അർത്ഥത്തിൽ അങ്ങേയറ്റം അപകടകരമായ ഒരു ഒരു പ്രസ്താവനയാണ് ഹരിഹരൻ നടത്തിയത്. ഹരിഹരന് എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഒരു നാക്കുപിഴയെന്നും വാക്കുപിഴയും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ചില ചില അബോധമായ വിശ്വാസങ്ങളുടെ ഒരു പ്രകടനമാണ്. ഈ പറയുന്ന സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ചിലപ്പം അദ്ദേഹം അങ്ങനെയുള്ള ഒരാളായിരിക്കണമെന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ചില മനസ്സിലാക്കുകൾ അബോധത്തിൽ കിടക്കുകയും അത് ഇത്തരം സന്ദർഭങ്ങളിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. പോൺ വീഡിയോ എന്ന് പറയുന്നത് മോശപ്പെട്ടൊരു കാര്യമായിട്ടൊന്നും ലോകം കാണുന്നില്ല. അതൊരു ഏറ്റവും പോപ്പുലറായ വ്യവസായമാണ്. ഇപ്പം സണ്ണി ലിയോൺ പോൺ വീഡിയോയിൽ അഭിനയിക്കുന്ന ഒരാളായി. അവർ എറണാകുളത്ത് വന്നപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ഒരു പ്രവാഹമായിരുന്നു. എറണാകുളത്ത് വലിയ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ യൂറോപ്പിൽ ഈ പോൺ വീഡിയോ ആക്ടർ എന്ന് പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ട്, സ്ത്രീകൾ. അവർ വന്നിട്ട് അവരുടെ ഒരു പ്രൊഫഷനായിട്ടാണ് അതിനെ കാണുന്നത്. എന്നിട്ട് വളരെ അഭിമാനത്തോട് പറയും ഞാനൊരു പോൺ വീഡിയോ ആക്ടറാണ് എന്ന് പറയും. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മൾ ഈ ലോകം മാറുന്നതിനെ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ ചുറ്റുപാടും മാറിക്കൊണ്ടിരിക്കുന്നതിനെ മനസ്സിലാക്കുന്നില്ല. വളരെ പിന്തിരിപ്പനായി ചില മേഖലകളെ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അതെല്ലാം തന്നെ എന്താ പറയുക, ഒരു ലജ്ജയുമില്ലാതെ വിളിച്ചു പറയുക. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ആളുകളുടെ കാര്യത്തിലും നമ്മളിത് നേരത്തെ കെ രമയുടെ കാര്യത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്, ഉമാ തോമസിൻ്റെ കാര്യത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. അപ്പം പെമ്പിളി ഒരുമയുടെ സമരകാലത്ത് നമ്മളിത് കേട്ടിട്ടുണ്ട്. അതേപോലെ ഇടുക്കിയിൽ ഒരു കോളേജ് അധ്യാപകയെക്കുറിച്ച് എം.എം. മണി പറഞ്ഞ പരാമർശം വലിയ വിവാദമായിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യം, ഇതിൽ നിന്നും ആളുകൾ പാഠം പഠിക്കുകയും അതിനെ മറികടക്കാൻ വേണ്ടി എന്താ പറയുക, വളരെ സ്വയം തീരുമാനിക്കുകയും അങ്ങനെ ഒരു മുൻകൈ എടുക്കുകയൊക്കെ ചെയ്യേണ്ട ഈ രാഷ്ട്രീയക്കാർ തന്നെ ഇത്തരത്തിൽ വളരെ മലീമസമായ പരാമർശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളി, കേട്ടോ. കാരണം അവരെ നമ്മൾ നോക്കിക്കാണുന്നത് നമ്മുടെ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടുന്ന നേതൃത്വമായിട്ടാണ്. ആ ആളുകളാണ് ഏറ്റവും പിന്തിരിപ്പനായ ആശയങ്ങൾ പറയുന്ന ആളുകളായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രയോഗങ്ങളിൽ ഒട്ടും സൂക്ഷ്മത വെച്ച് പുലർത്താതെ വളരെ പിന്തിരിപ്പനായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇതൊരു മാപ്പപേക്ഷയിൽ അവസാനിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ചോദ്യം ഖേദം പ്രകടിപ്പിച്ച ആത്മാർത്ഥമായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം
ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാൽ പല ആളുകളും ഈ പ്രസംഗത്തിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു, ചില മാധ്യമപ്രവർത്തകർ വിളിച്ചു പറഞ്ഞു ആ പരാമർശം മോശമായി പോയെന്നു, അതുകൊണ്ട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഹരിഹരൻ ആദ്യം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നതെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ അതിനുശേഷം പക്ഷേ അരുണിൻ്റെ വൈകിട്ടത്തെ ഡിബേറ്റിൽ അദ്ദേഹം വളരെ പിന്നെ തുറന്നു തന്നെ ഈ പറയുന്ന മാപ്പ് പറയുകയുണ്ടായി. ഏതാണ്ട് എന്താണ് പിന്നെ ശൈലജ ടീച്ചറോടും മഞ്ജു വാര്യരോടും ഒക്കെ അദ്ദേഹം മാപ്പ് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഞാനിതിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഇത് ഒട്ടും തന്നെ ആത്മാർത്ഥമല്ല എന്ന് വോട്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ ചാനലിൽ തന്നെ വന്നതെന്ന് അദ്ദേഹം അത് പറയുന്നുണ്ട്. പക്ഷേ ഇത് അവിടെ അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരിക്കുന്നത് കൊണ്ട് തന്നെ അവരിത് വളരെ ലളിതമായി അങ്ങോട്ടേക്ക് വിട്ടുകളയില്ല. ഇപ്പോൾ തന്നെ DYFI പിന്നെ പോലീസിന് പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറും. ഏതായാലും വടകര വീണ്ടും ചില പ്രതിസന്ധികളെ നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാതെ വയ്യ. അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് ഹരിഹരൻ്റെ പ്രസ്താവന എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായം. Meet the editors.